വേണ്ടി ചാരവൃത്തി നടത്തിയെന്നാരോപിച്ച് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ഞെട്ടിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് ദേശീയ സുരക്ഷാ ഏജൻസി. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തി മൽഹോത്ര ദേശീയ സുരക്ഷാ അന്വേഷണത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ചു. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ സന്ദർശിച്ചും ഇന്ത്യയുടെ പുതിയ പദ്ധതികൾ സന്ദർശിച്ചും വിവരങ്ങൾ പാകിസ്ഥാനിലേക്ക് കൈമാറി. ഹരിയാന പോലീസ് നടത്തിയ തിരച്ചിലുകളിൽ കണ്ടെത്തുന്ന ഒരു സ്വകാര്യ ഡയറിയിൽ നിന്നുള്ള കൈയെഴുത്തു കുറിപ്പിലൂടെ പരിശോധനയും ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നു. ജ്യോതി മൽഹോത്ര നടത്തിയ ഈ പരിപാടി ഇന്ത്യയുമായുള്ള യുദ്ധമാണ് എന്നും ഇത് ഡിജിറ്റൽ മോഡൽ യുദ്ധമാണ് എന്നും ഹിസാർ പോലീസ് സൂപ്രണ്ട് ശശാങ്ക് സവാൻ പറഞ്ഞു. അതിർത്തി കടന്നുള്ള യാത്രാ വീഡിയോകൾക്ക് പേരുകേട്ട 33-കാരിയായ അവർ തന്റെ ഡയറിയിൽ നിന്ന് കണ്ടെടുത്ത പേജുകൾ പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് വിവരിക്കുന്നു. പാകിസ്ഥാനുമായുള്ള കൂടുതൽ ബന്ധങ്ങൾ പുറത്തു വരികയാണ് ഇപ്പോൾ. ഹരിയാന പോലീസ് കണ്ടെടുത്ത ഡയറിയിലെ 1-ാം പേജിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ഈ യാത്ര സ്നേഹം നിറഞ്ഞതായിരുന്നു. സബ്സ്ക്രൈബർമാരിൽ നിന്നും ഫീൽഡിൽ നിന്നും ഞങ്ങൾക്ക് ധാരാളം സ്നേഹം ലഭിച്ചു. ലാഹോറിലെത്താൻ റിക്ഷാ ചാർജിന് 20 രൂപ ലഭിച്ചു. വാഗ അതിർത്തിയിൽ ഞാൻ വികാരാതീതയായി. അതിർത്തിയുടെ വേലികൾ ദുർബലമായി തോന്നി. അസ്വസ്ഥതയെക്കുറിച്ച് അതിർത്തിക്കിടയിലും കണ്ടുമുട്ടുന്ന ആളുകൾ ഹൃദയങ്ങൾ സുമനീയത്തോടെ മിടിക്കുന്നവരാണ്. പാകിസ്ഥാന്റെ മണ്ണ് സ്നേഹത്തിന്റെയും കൈകോർക്കലിന്റെയുമാണ്. പാകിസ്ഥാൻ സർക്കാരിനോടുള്ള ഒരു അഭ്യർത്ഥനയാണിത്. ഇന്ത്യക്കാരെ സ്വതന്ത്രമായി സന്ദർശിക്കാൻ അനുവദിക്കുക. ലാഹോർ വാഗ റോഡ് വഴി നമ്മൾ വീണ്ടും വരണം. ഏപ്രിൽ 17-ന് അറസ്റ്റിലായ മൽഹോത്ര തന്റെ ഫോണിൽ രേഖപ്പെടുത്തിയ പാകിസ്ഥാൻകാരുടെ പേരുകൾ ഹിന്ദുക്കളുടെ പേരുകളാക്കി തെറ്റിദ്ധരിപ്പിക്കുന്ന അപരനാമത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇന്ത്യൻ ഏജൻസികളുടെ കണ്ടെത്തലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു അത്. ഇത് വെറുമൊരു മുൻകരുതൽ മാത്രമായിരുന്നില്ല, മറിച്ച് പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ശൃംഖലയുമായുള്ള ജ്യോതി മൽഹോത്രയുടെ ആഴത്തിലുള്ള പങ്കാളിത്തം സൂചിപ്പിക്കുന്ന ഒരു സ്ഥിരമായ രീതിയുടെ ഭാഗമാണ് എന്നും പോലീസ് പറയുന്നു. ഹിസാറിൽ നിന്നുള്ള ബിരുദധാരിയും ഹരിയാനയിലെ ഒരു വിരമിച്ച വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മകളുമായ 34-കാരിയായ ജ്യോതി മൽഹോത്ര കുറഞ്ഞത് 3 പാകിസ്ഥാൻ പ്രവർത്തകരുമായി പതിവായി തന്നെ ബന്ധം പുലർത്തിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ എഹ്സാൻ ഇർ റഹീം എന്ന ഡാനിഷ് എന്നയാളുമായി ആയിരുന്നു അവരുടെ ആദ്യ ബന്ധം. 2023-ൽ ഒരു പരിപാടിക്കിടെ അവർ കണ്ടുമുട്ടിയതായും റിപ്പോർട്ടുകളുണ്ട്. ഡാനിഷ് അവരുടെ പാകിസ്ഥാൻ വിസയും ലാഹോറിൽ താമസവും ഏർപ്പാട് ചെയ്തതായും ഷാക്കിർ റാണ, ഷെഹബാസ് എന്നയാൾ എന്നിവരുൾപ്പെടെ തന്നെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തിയതായും കരുതപ്പെടുന്നു. ചാരവൃത്തിയുടെ പേരിൽ മെയ് 13-ന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു പാകിസ്ഥാൻ ഉദ്യോഗസ്ഥന് മൽഹോത്രയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ഇരുവരും ഒരുമിച്ച് ബാലിയിലേക്ക് യാത്ര ചെയ്തതായും കരുതപ്പെടുന്നുണ്ട്. മൽഹോത്രയുടെ ഹാൻഡിൽമാരുമായുള്ള ആശയവിനിമയം വാട്സാപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ് തുടങ്ങിയ എൻക്രിപ്റ്റ് ചെയ്ത പ്ലാറ്റ്ഫോമുകൾ വഴിയായിരുന്നു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. ഇന്ത്യൻ അധികാരികളോ പരിചയക്കാരോ കണ്ടെത്തുന്നത് ഒഴിവാക്കുന്നതിനാണ് അവർ തന്റെ ബന്ധമുള്ള സ്വഭാവം മറയ്ക്കാൻ ജാഡ് രൺധാവ പോലുള്ള വ്യാജനാമങ്ങൾ ഉപയോഗിച്ചതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ഇന്ത്യൻ സ്ഥലങ്ങളുമായും പ്രധാന സംഭവങ്ങളുമായും ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ ഔദ്യോഗിക രഹസ്യ നിയമത്തിന്റെ ലംഘനമായി കൈമാറിയതായി അവർ സമ്മതിച്ചതായും പറയപ്പെടുന്നു. മെയ് 6-ന് ഡൽഹി സന്ദർശിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ജ്യോതി മൽഹോത്രയുടെ അറസ്റ്റ്. ആ സമയത്ത് അവർ വീണ്ടും ഡാനിഷിനെ കണ്ടുമുട്ടിയെന്നും പറയപ്പെടുന്നു. വടക്കേ ഇന്ത്യയിൽ ഉടനീളം നടന്ന ദേശീയ സുരക്ഷാ പരിശീലനമായ ഓപ്പറേഷൻ സിന്ധൂറിന് ഒരു ദിവസം മുൻപാണ് കൂടിക്കാഴ്ച നടന്നതെന്നതാണ് ശ്രദ്ധേയമാണ്. ഇത്രയും സെൻസിറ്റീവ് കാലയളവിൽ പാകിസ്ഥാൻ കൈകാര്യം ചെയ്യുന്നതുവരുമായുള്ള അവരുടെ ആശയവിനിമയം സംശയം വർദ്ധിപ്പിച്ചതായും അന്വേഷകർ പറയുന്നു. ഹരിയാനയിൽ അടുത്തിടെ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലായ 4 പേരിൽ അവരും ഉൾപ്പെടുന്നു. പാനിപ്പത്ത് ആസ്ഥാനമായുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥനായ നൗമാൻ ഇലാഹി, അതുപോലെ കൈത്താലിൽ നിന്നുമുള്ള ദേവേന്ദർ സിംഗ് ധില്ലാൻ, നുഹിലെ രാജ്ക ഗ്രാമത്തിൽ നിന്നുള്ള യുവാവ് അർമാൻ എന്നിവരും അറസ്റ്റിലായ മറ്റുള്ളവരിൽ ഉൾപ്പെടുന്നവരാണ്. അർമാൻ സ്വന്തം ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യൻ സിം കാർഡുകൾ നേടി പാകിസ്ഥാൻ പ്രവർത്തകർക്ക് കൈമാറിയതായും ആരോപിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം ഒരു പ്രതിരോധ എക്സ്പോയിൽ പങ്കെടുക്കുകയും ഡൽഹിയിൽ ഒരു തൊഴിൽ അന്വേഷകനായി വേഷം മാറി നയതന്ത്ര വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. മൽഹോത്രയുടെ സോഷ്യൽ മീഡിയ പ്രവർത്തനം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. ജ്യോതി മൽഹോത്രയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ലാഹോറിനെ പാകിസ്ഥാന്റെ സാംസ്കാരിക ഹൃദയം എന്നാണ് പരാമർശിക്കുന്നത്. പാകിസ്ഥാൻ അനുകൂല വിവരങ്ങൾ സൂക്ഷ്മമായി പ്രോത്സാഹിപ്പിക്കുവാനും ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.